കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം. 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന ആരാധനമൂർത്തിയും മന്ത്രമൂർത്തിയുമാണ് കുട്ടിച്ചാത്തൻ. മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രധാനമുള്ളവ കരിങ്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ്. ബ്രാഹ്മണേതര കുടുംബാംഗങ്ങളും ഈ തെയ്യങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളകാട്ടില്ലം. കാളകാട്ട് തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ. അതുകൊണ്ടുതന്നെ ഈ തെയ്യത്തെ കാളകാട്ട് കുട്ടിച്ചാത്തൻ എന്നും വിളിക്കാറുണ്ട്. കാളകാട്ടു മനയിലെ തിരുമേനി വേദപണ്ഡിതനും ശ്രേഷ്ഠനുമായിരുന്നു. ഭൂസ്വത്തും അതിയായ സമ്പത്തും തിരുമേനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇല്ലത്തൊരു കുഞ്ഞിക്കാലു കാണാനുള്ള ഭാഗ്യം തിരുമേനിക്കുണ്ടായിരുന്നില്ല. തിരുമേനി ഇതിനായി കയറിയിറങ്ങാത്ത മഹാക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളുമില്ല. ഒരിക്കൽ കൈലാസേശ്വരനായ ശിവൻ പാർവതി സമേതനായി മലനാട്ടിലെത്തി. വേടൻ്റെയും വേടത്തിയുടെയും വേഷം ധരിച്ച് കാട്ടിലൂടെ കളിച്ചും വേട്ടയാടിയും നടന്നു. ഇടയ്ക്കെപ്പോഴോ വേടത്തി ഗർഭം ധരിച്ചു. കർക്കിടകത്തിലെ കരിമ്പൂരാടവും കറുത്ത വാവും ഒന്നിച്ചു വന്ന ഒരു മുന്നാളിൽ ദേവി പ്രസവിച്ചു. കൊടുങ്കാറ്റും പേമാരിയും ഇടിവെട്ടും കണ്ട് കാടന്മാർ വിറങ്ങലിച്ചു നിന്നു. അശുഭലക്ഷണങ്ങളുടെ പടപ്പുറപ്പാടിലുള്ള ജനനം. പാർവതി നെടുവീർപ്പിട്ടു. കാഴ്ചയിൽ തനി കാടനായ കുഞ്ഞിൽ ദിവ്യത്വമുള്ളതായി പിതാക്കൾ തിരിച്ചറിഞ്ഞു. പക്ഷേ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്ങനെ? കുഞ്ഞു പിറന്നത് ഭൂമിയിലായിപ്പോയില്ലേ? ശിവന്റെ സംശയം പാർവതിയിലെ മാതൃത്വത്തെ വേദനിപ്പിച്ചു. കാട്ടിലുപേക്ഷിച്ചു പോവാൻ അവർ തയ്യാറായില്ല. പാലൂട്ടി വളർത്താനുള്ള ആഗ്രഹം ദേവി മഹാദേവനെ അറിയിച്ചു. ശിവൻ അതിനു മറ്റൊരു പോംവഴി പറഞ്ഞുകൊടുത്തു. തൻ്റെ ഭക്തനായ കാളകാട്ടു നമ്പൂതിരി അടുത്തു തന്നെയുണ്ടെന്നും അദ്ദേഹം സന്താന ഭാഗ്യമില്ലാതെ ദുഃഖിക്കുകയാൽ ഈ കുഞ്ഞിനെ നമുക്ക് നമ്പൂതിരിയെ ഏൽപ്പിക്കാമെന്നും അവിടെ സുഖസമൃദ്ധിയിൽ അവൻ ഓമനയായി വളരുന്നത് നമുക്ക് കൈലാസത്തിലിരുന്ന് കാണാമെന്നും പറഞ്ഞു കേട്ട് ദേവി പിടിവാശി ഉപേക്ഷിച്ച് അതിന് തയ്യാറായി. നേരം വെളുത്തു. മഴ നിലച്ചു. കാളകാട്ടു മനയിലെ മുറ്റം തൂത്തുവാരുകയായിരുന്ന സ്ത്രീകളുടെ കാതിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. കളങ്കം പുരളാത്ത കുഞ്ഞിനെ പെരുമഴയത്തുപേക്ഷിച്ച മഹാപാപികളെ ശപിച്ചുകൊണ്ട് ആ സ്ത്രീ കുഞ്ഞിനെയുമെടുത്ത് മനക്കിലേക്ക് ഓടിയെത്തി. കറുത്തുപോയെങ്കിലും ഏഴഴകുള്ള ആ കുഞ്ഞിനെ ആത്തോലമ്മ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അവൻ്റെ കളിയും ചിരിയും അവരുടെ മനസ്സിലെ മാതൃഹൃദയത്തെ അലിയിപ്പിച്ചു. കുഞ്ഞിൻ്റെ നെറ്റിയിൽ തെളിഞ്ഞു കാണപ്പെട്ട ചന്ദ്രക്കല കാണിച്ചു കൊടുത്തുകൊണ്ട് തിരുമേനി പറഞ്ഞു, ഇത് നമുക്ക് മഹാദേവൻ തന്ന നിധിയാണ്. എങ്കിലും കുഞ്ഞിൻ്റെ കുറിയ ശരീരവും ചെറിയ കണ്ണുകളും എണ്ണക്കറുപ്പും തിരുമേനിയെ അല്പമൊന്ന് അത്ഭുതപ്പെടുത്തിയിരുന്നു. വാർത്ത നാടെങ്ങും പരന്നു. ആളുകൾ ഒഴുകിയെത്തി. ഇല്ലത്തിൽ പിന്നീട് ഉത്സവത്തിൻ്റെ നാളുകളായിരുന്നു. അവൻ വളർന്നു വന്നു. അസാമാന്യ ബുദ്ധിമാനായി തന്നെ അവൻ പെരുമാറി. എന്നാൽ വളർന്നു വരുംതോറും അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ദൃശ്യമായി. ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അവൻ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരുന്നതിൽ ഗുരുനാഥൻ അവനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. എന്നാൽ ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. അച്ഛനമ്മമാർ തളർന്നിരുന്നു. പൂജാപാത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഹോമകുണ്ടവും അവൻ നശിപ്പിച്ചു. ഉടയാടകൾ വാരിക്കൂട്ടി കത്തിച്ചു. സഹികെട്ട തിരുമേനി അവനെ ഒരു കുറ്റപ്പേര് വിളിച്ചു, കുട്ടിച്ചാത്ത എന്ന്. പിന്നീട് അവൻ്റെ വിളിപ്പേരതായി കുട്ടിച്ചാത്തൻ. ഇല്ലത്തെ സ്വൈര്യജീവിതം അസാധ്യമായപ്പോൾ ദൂരെ തൻ്റെ കാലിത്തൊഴുത്തിലേക്ക് പോകാനും അവിടെ കാലിയന്മാർക്കൊപ്പം ജീവിച്ചു കൊള്ളാനും തിരുമേനി കൽപ്പിച്ചു. ചാത്തൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു. കാടും കുന്നും കയറിയിറങ്ങി അവൻ കാലികളോടൊപ്പം മേഞ്ഞു നടന്നു. മൃഗങ്ങളോടൊപ്പം അന്തിയുറങ്ങുന്നത് അവൻ ശീലമാക്കി. നേരം വെളുത്താൽ കുരങ്ങന്മാരോടൊപ്പം മരം കയറി നടക്കും. ഗുരുവിനോടൊപ്പം പാടും. വണ്ടുകൾ മൂളുമ്പോൾ അവനത് ഏറ്റുമൂളും. അങ്ങനെ നാളുകൾ കടന്നുപോയപ്പോൾ അവനൊരാഗ്രഹം, അമ്മയെ കാണണം. സ്വർണ്ണക്കിണ്ടിയിൽ അമ്മ തരുന്ന പാല് കുടിക്കണം.
പിന്നെ നിന്നില്ല. ചാത്തൻ നേരെ നടന്നു മനയിലേക്ക്. പാലു ചോദിച്ച ചാത്തനു നേരെ ആത്തൊലമ്മ കുപിതയായി. പൊൻകിണ്ടിയിലല്ല മൺകിണ്ടിയിലാണു തരേണ്ടത്. ദുഷ്ടൻ, ഇല്ലത്തിൻ്റെ സമാധാനം കളഞ്ഞവൻ. ചാത്തൻ്റെ മുഖം ചുവന്നു, കണ്ണുകൾ ചുവന്നു തിളങ്ങി. അതുകണ്ട് ആത്തൊലമ്മ അകത്തു കയറി കുറ്റിയിട്ടു. ചാത്തൻ തുറക്കാൻ പറഞ്ഞിട്ടവർ തുറന്നില്ല. ചാത്തൻ ഇല്ലത്തിൻ്റെ പടിയിറങ്ങി. ചാത്തനു ദാഹം പെരുകി. നട്ടുച്ച പൊള്ളുന്ന വെയിൽ ശരീരം ചുട്ടുപൊള്ളിയപ്പോൾ ചാത്തനു കോപം ഇരട്ടിച്ചു. ആത്തോലമ്മയുടെ കോപിച്ച മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. അവന് വെറുപ്പായി. പ്രതികാരാഗ്നി ആളിക്കത്തി. അവൻ അതിഘോരമായി അട്ടഹസിച്ചു. ദാഹം പെരുകിയപ്പോൾ ചാത്തൻ കാളയുടെ കഴുത്തറുത്ത് ചുടുചോര കുടിച്ചു. കാളകാട്ടെ കിണറ്റിൻകരയിൽ കാളകാട്ടമ്മ വെള്ളം കുരുകയായിരുന്നു. ചാത്തനൊരു കല്ലെടുത്ത് കാളകാട്ടാൽത്തോലിനെ ഉന്നം വെച്ചു. അമ്മ ഏറുകൊണ്ട് നിലം പതിച്ചു. കിണറ്റുവക്കത്ത് കൂട്ടക്കരച്ചിലുയർന്നു. ഈ പൊട്ടിത്തെറിച്ച സന്തതിയെ ഒതുക്കാൻ എന്തു വേണം? കാടന്മാർ കൂടിയാലോചിച്ചു. കാഞ്ഞിരക്കുൽ മുറിവതോളം തല്ലു കിട്ടിയിട്ടും പഠിക്കാത്തവനാണ്. ഒടുവിൽ ചാത്തനെ അവർ പിടിച്ചുകെട്ടി കാഞ്ഞിരപ്പുഴ കടവിലെത്തിച്ചു. കടവിലെ കരിങ്കല്ലിൽ അവനെ ചേർത്തു കിടത്തി. കാട്ടുമൂപ്പൻ കൈവാൾ ആഞ്ഞുവീശി ചാത്തൻ്റെ തലയറ്റു വീണു. കറുത്തിരുണ്ട ആ ശരീരം പുഴയുടെ ഓളങ്ങളിൽ തലയില്ലാതെ കറങ്ങിത്തിരിഞ്ഞു. ഈ വിവരം ഇല്ലത്തറിയിക്കാൻ വേണ്ടി കാടന്മാർ ചിറയിൽ മുങ്ങിക്കുളിച്ച് ഈറനൊടുത്ത് മനക്കിലേക്കോടി. ആശ്ചര്യം! വെട്ടിക്കൊന്ന കുട്ടിച്ചാത്തൻ കണ്ണുരുട്ടി മിഴിച്ചു മുന്നിൽ നിൽക്കുന്നു. കുട്ടിച്ചാത്തനെ തളയ്ക്കാൻ അവരെ കൊണ്ടായില്ല. മന്ത്രവാദികൾ പാഞ്ഞെത്തി. ഹോമകുണ്ടങ്ങൾ പുകഞ്ഞു. പാതിരാത്രിയുടെ ഏകാന്തതയിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തനെ ആവാഹിച്ചു പിടിച്ചു. കർമ്മങ്ങൾ തുടർന്നു. കർമ്മികളായ മന്ത്രവാദികൾ ചാത്തനു നേരെ തിരിഞ്ഞു. അവർ ചാത്തൻ്റെ ശരീരം കഷ്ണങ്ങളായി കൊത്തിയെരിഞ്ഞു. ഓരോ ശരീരഭാഗങ്ങളും അവർ അഗ്നിയിൽ ഹോമിച്ചു. ചാത്തൻ്റെ 390 കഷ്ണം അഗ്നിയിൽ കിടന്നു പുകഞ്ഞു. ആ പുകച്ചുരുൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. അതിൽ നിന്നും 100 കണക്കിന് ചാത്തന്മാർ ഉയർന്നു വന്നു. പോർവിളികളും ആരവങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. മന്ത്രവാദികൾ ഭയന്നോടി. ചാത്തന്മാർ ഓരോരുത്തരെയും പിടിച്ച് അഗ്നിക്കിരയാക്കി. മനയെല്ലാം കത്തി നശിച്ചു. എല്ലാവരും കൂടി പെരുമലയൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു. പെരുമലയൻ്റെ വെളിപാട് പ്രകാരം ജനം കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയടിച്ചു. കുട്ടിച്ചാത്തൻ മലനാട്ടിലെ ദൈവമായി.